ഇത്രയും എല്ലാരെയും കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടല്ലോ ഇപ്പൊ സാർ ഒരുപാട് പേരെ കോർഡിനേറ്റ്. അപ്പോൾ എപ്പോഴെങ്കിലും സാറിന് ഇപ്പൊ പറഞ്ഞ ഒരു സംഘടനയുടെ ഒക്കെ ഒരു നേതൃത്വത്തിലേക്ക് പ്രതീക്ഷിക്കും. ഇപ്പൊ അമ്മ സംഘടനയുടെ ഒക്കെ നേതൃത്വത്തിലേക്ക് വരാൻ പറ്റും. അത് നല്ലൊരു വിഷയം. ഞാൻ ചോദിച്ചോട്ടെ, ഞാൻ ഒരു സംഘടനയെ മാത്രം ഞാൻ പ്രതിനിധീകരിച്ചിരുന്നെങ്കിൽ എനിക്കിത് പറ്റുമായിരുന്നോ? അത് പറ്റില്ല. പറ്റുമായിരുന്നോ? പറ്റില്ല. പിന്നെ ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു സംഘടനയാണ് ഞാൻ പ്രതിനിധീകരിച്ചിരുന്നെങ്കിൽ എനിക്കിത് സാധ്യമാകുമായിരുന്നോ? പറ്റുമോ? പറ്റില്ല. അല്ലെങ്കിൽ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളതുകൊണ്ട് ഞാൻ എവിടെ നിന്നാലും എനിക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ഈ ചരിത്ര അക്കാദമിയുടെയും ഞാൻ വന്നിട്ടുള്ള മെമ്പറായിരുന്നപ്പോഴും ഞാൻ ഇവിടെ കൊണ്ടുവന്ന ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽ ഞാൻ ഇവിടെ തനിച്ച് ചെയ്തതാണ്. മനസ്സിലായോ? എപ്പോഴും വന്നിട്ടുള്ളതിനകത്ത് സംഘടനയിൽ വന്നിട്ടുള്ളതിനകത്തേക്ക് നമ്മുടെ വോയിസ് കേൾക്കപ്പെടാനുള്ള ഒരു അവസരം മാത്രം നമുക്കുണ്ടാവണം. അത്രമാത്രമേ ഞാൻ ആലോചിക്കാറുള്ളൂ. നമ്മൾ വയ്ക്കുന്ന, നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി വയ്ക്കുന്ന, അല്ലെങ്കിൽ സംഘടനകൾക്ക് വേണ്ടി വയ്ക്കുന്ന നമ്മുടെ ശബ്ദം അവിടെ കേൾക്കപ്പെടാനൊരു വഴി ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. മനസ്സിലായോ? നമ്മളാരെയും ഭരിക്കാനല്ല നോക്കട്ടെ. നമ്മൾ അതിനകത്തേക്ക് അതൊരിക്കലും വന്നിട്ടുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു വിഷയമല്ല. നമ്മൾ ഭരിക്കാനായിട്ടല്ല ശ്രമിക്കുക. നമ്മൾ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിനകത്താണ് ഇമ്പോർട്ടൻസ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചോളം വന്നിട്ട് ഞാൻ ഇപ്പോൾ ഇതൊരു റൈറ്റ് ടൈമാണ്. കാരണം ഇപ്പോൾ അങ്ങനെ ഒരു ഒഫീഷ്യൽ സംഭവമൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് എങ്ങനെയും ചെയ്യാം. എനിക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു കാര്യത്തിലൂടെ എനിക്ക് വന്നിട്ട് ഇത് ചെയ്യാൻ പറ്റുന്നതിൻ്റെ കാരണം തന്നെ വന്നിട്ട് ഞാനൊരു ഒറ്റ സംഘടനയെ മാത്രമായിട്ട് പ്രതികരിക്കാത്തത് കൊണ്ട് എനിക്ക് ഈസിയായിട്ട് സംസാരിക്കാൻ പറ്റി. മനസ്സിലായില്ലേ? എനിക്ക് എല്ലാവരോടും സംസാരിക്കാൻ പറ്റി. അത് എൻ്റെ ദൈവം തന്ന എനിക്ക് ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ ഇപ്പോൾ കാണുന്നത്.